വേനൽക്കാലത്തും അതുപോലെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റിക്കർ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ഇവിടെ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും, അപ്പോൾ തന്നെ അത് കാണാനും പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ജ്യൂസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ജീരകം എടുക്കുന്നുണ്ട്. ഒരു ഹാഫ് കപ്പ് ജീരകം എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ജീരകം വരും. അത് ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂണോളം പെപ്പർകോൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഗ്യാസ് ഓണാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഫ്ലെയിം സിമ്മയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ഇത് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു സൈഡ് ഇളക്കാതിരുന്നാൽ ഒരു സൈഡ് മാത്രം മൂത്ത് പോകും. അതുകൊണ്ട് എല്ലാ സൈഡും ഒരേപോലെ മൂത്ത് വരണം. അപ്പോൾ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ ഇളക്കി എടുത്ത് വരുമ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തതിന് നല്ല സ്മെല്ല് വരും. ആ സമയത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കി തണുക്കാനായിട്ട് വെക്കണം. ഇനി ഒരു ഇടികല്ല് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 20-30 വരോളം നമുക്ക് പുതിനയില എടുക്കാം. അപ്പോൾ അതായത് ഒരു പിടിയോളം പുതിനയില എടുക്കുന്നുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ നമുക്കിത് ക്രഷ് ചെയ്ത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും ജീരകവും കുരുമുളകും ചൂടാറി വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത ആ ജീരകവും കുരുമുളകും കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്ത പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ പുതിനയിലയും അതുപോലെ 1 ടീസ്പൂണോളം ഗ്രേറ്റ് ചെയ്ത ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളമോടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ തിളച്ച് വരുമ്പോൾ 2 മിനിറ്റോളം അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഗ്യാസ് സിമ്മയിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങനെ 2 മിനിറ്റോളം വെക്കുന്നുണ്ട്. അത് വെന്ത് അതിനകത്തെ ഗുണങ്ങളെല്ലാം ഇറങ്ങണം. അതുകൊണ്ടാണ് അങ്ങനെ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം വെക്കുന്നത്. അതിലേക്ക് 1 കപ്പോളം, തികച്ച 1 കപ്പ് എടുത്തിട്ടില്ല, പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുന്നു. പഞ്ചസാര എല്ലാം ഉരുകി വരണം. അപ്പോഴേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം പോലായിട്ട് തോന്നും.
ഇതീ ചെറുതീയിലിരുന്ന് ഒന്ന് കുറുകി വരണം. നമ്മൾ കയ്യിലെടുത്ത് നോക്കിയാൽ ചെറുതായിട്ട് ഒരു പശവശ് പോലെ വരണം. ഒത്തിരി അങ്ങ് കുറുകി പോകാൻ പാടില്ല. പിന്നെ തൊട്ട് നോക്കുമ്പോൾ കൈ പൊള്ളാതെ നോക്കാനും ശ്രദ്ധിക്കണം. ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇനി 1 ടീസ്പൂണ് ചാട്ട് മസാല ഇടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോഴേ ചാട്ട് മസാലയും ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഉപ്പൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരണം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാവുന്നതാണ്. ഒത്തിരി അങ്ങ് കുറുക്കിയെടുക്കണ്ട, നമുക്കിത് അരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ആ ചെറിയ ചൂടോടുകൂടി തന്നെ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കുന്നുണ്ട്. ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് ആയുർവേദ മരുന്നിൻ്റെ ആ സ്മെല്ല് അതേപോലെ തന്നെ നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഇത് ഡൈജഷന് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമ്മുടെ ജീര സോഡ റെസിപ്പിയുടെ ജീര സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ സിറപ്പ് നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും നമ്മുടെ ആ സ്പെഷ്യൽ ഡ്രിങ്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ 2 ഗ്ലാസ്സിലേക്കും 2 ടീസ്പൂൺ വീതം നമ്മുടെ ജീര സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് അതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സിൽ ഞാൻ സോഡയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മറ്റേ ഗ്ലാസ്സിൽ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരം തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സോഡയോ ഉപയോഗിക്കാവുന്നതാണ്. നാരങ്ങയുടെ സ്ലൈസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. സോഡയ്ക്ക് പകരം നമുക്ക് മിറിൻ്റെയോ 7up ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴേ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യാനും ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കാനും ഒട്ടും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.